ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരെ സഹായകരമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ IFFK വരുമ്പോൾ ഞാൻ താമസിക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ആസ് എ ഫിലിം മേക്കർ ഒരു പ്രൊഫഷൻ വൈസ് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് എല്ലാം മാറി നിൽക്കുന്ന സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം. നമസ്കാരം, ചാറ്റ് വിത്ത് ഗ്രൗണ്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് 26ാമത് IFFKയുടെ വേദിയിലാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ജിയോ ബേബി സാറാണ്. നമസ്കാരം സാർ. സാർ ആദ്യമായിട്ടാണ് IFFKയിൽ വരുന്നത്? ഇതിനു മുമ്പ് അല്ല, ഞാൻ 2003 തൊട്ട് വരുന്നുണ്ടായിരുന്നു. സാറ് സിനിമയിൽ എത്തുന്നത് ഏത് സമയത്ത്? 2014. ഞാൻ സിനിമ ചെയ്യുന്നത് 2014. അതിനു മുമ്പ് സിനിമയിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ടെലിവിഷന് പരിപാടികൾ എഴുതുന്നുണ്ടായിരുന്നു. മായം, MIT മൂസ, ഉപ്പും മുളകും അതിൻ്റെയൊക്കെ റൈറ്റർ ആയിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ തന്നെ ആയിരുന്നു. മീഡിയ പണ്ട് മുതൽ താല്പര്യമായിരുന്നു സിനിമയിലേക്കൊക്കെ? ഡയറക്ഷനിലേക്ക് തന്നെയായിരുന്നു ആദ്യം താല്പര്യം? അതെ, ഡയറക്ഷൻ തന്നെയായിരുന്നു താല്പര്യം. ഇപ്പം സാറിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ മൂവി ഇവിടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ വ്യത്യസ്തമായി കണ്ടൊരു കാര്യമാണ്, അവസാനം കഴിയുന്ന സമയത്ത് സാധാരണ എല്ലാ സിനിമയിലും ഡയറക്റ്റഡ് ബൈ എന്നാണ് എഴുതി കാണിക്കുന്നത്, പക്ഷേ അതിന് കുക്ക്ഡ് ബൈ എന്നാണ് എഴുതി കാണിച്ചത്. അപ്പം അതിൽ എന്തെങ്കിലും എന്താണ് സാറിന് അതിനെക്കുറിച്ച് ആ ഒരു വ്യത്യസ്തം? സിനിമ അങ്ങനെ ഒരു കുക്കിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. അതെനിക്ക് ഭയങ്കര ഒരു ടച്ച് ചെയ്തൊരു കാര്യമായിരുന്നു. പിന്നെ സിനിമയാണെങ്കിലും ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് മൂവി ആയിരുന്നു. IFFK ഇപ്പം നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിപ്പം വീണ്ടും ആ ഒരു പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? IFFK എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ 2003 ആദ്യം ഇത് വരുന്നത്. അപ്പോൾ അന്ന് നമുക്കുണ്ടാകുന്ന സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവൻ മാറുന്നത് IFFKയിലൂടെയാണ്. പിന്നീട് എല്ലാ ഡിസംബർ മാസങ്ങളിലും ഇങ്ങോട്ട് വരുമായിരുന്നു ഞാൻ. അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല വരാൻ. പക്ഷേ ഈ ഒരാഴ്ചക്കാലം സിനിമയ്ക്കുള്ളിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെ സിനിമ കാഴ്ചപ്പാടുകൾ മാറിയത് IFFKയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ സിനിമ കാണൽ രീതി മാറിയിട്ടുണ്ട്. പിന്നെ IFFKയിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ലല്ലോ, ഒരുപാട് സെമിനാറുകൾ, സിമ്പോസിയംസ്, ചർച്ചകൾ, ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരെ സഹായകരമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു വശം. പിന്നെ IFFK എന്ന് പറയുന്നത് ലോക ഫിലിം ഫെസ്റ്റിവൽ ഒരു ലിസ്റ്റുകളിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ ആയിട്ട് ഇന്ത്യക്ക് പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളോട് IFFK കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം അതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രമേളയായി നമ്മൾ മാറി. ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് നമ്മുടെ IFFK. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ എഡിഷൻ തൊട്ട് ഇന്ന് 26ാമത്തെ എഡിഷൻ വരെ ഉള്ളതിൽ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ വല്ലാത്തൊരു പ്രയത്നമുണ്ട്. അവരെ കാരണം ഇങ്ങനെ ചെറിയൊരു സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള വലിയൊരു ഫെസ്റ്റിവലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അത് ഓരോ വർഷവും നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നിന്ന് മുക്തനായിട്ടില്ലാത്തപ്പോൾ പോലും ഇത്രയും മനോഹരമായിട്ട് ഈ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം, അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മൂവിയിൽ ഇപ്പം വളരെ വ്യത്യസ്തമായൊരു മൂവിയായിരുന്നു അത്. അപ്പം സാർ ആ സിനിമയെക്കുറിച്ച് സാറിനൊന്ന് പറയാമോ? ആ സിനിമ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ആ സിനിമ നമ്മൾക്ക് ചുറ്റുമുള്ള പെണ്ണുങ്ങളുടെ ലൈഫാണ്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ കൂട്ടുകാരികളുടെ, എൻ്റെ അനിയത്തിയുടെ ഒക്കെ. അപ്പോൾ അത് പറയണം തോന്നുന്നു. അതെന്താണ് ആരും പറയാത്തത്? അടുക്കളയുടെ ഒരു രാഷ്ട്രീയമുണ്ട്, എന്തുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രം അവിടെ പെട്ടു പോകുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ വന്ന സമയത്ത് ആ സിനിമ ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു. അത് ചെയ്യാൻ ഇൻസ്പയർ ചെയ്ത എന്തെങ്കിലും ഒരു മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും? ഇൻസ്പയർ ചെയ്യാൻ മൊമെൻറ്റ് ഞാൻ ഒരുപാട് സംസാരിച്ചതാണത് അതിനെപ്പറ്റി. ഞാൻ അടുക്കള ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, പൂർണ്ണമായും ഞാൻ അടുക്കള ജോലികൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ആ സിനിമ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ശരിക്കും മനസ്സിലായത്. സാർ, അതുപോലെ തന്നെ ഇപ്പം സാറിൻ്റെ ഭാവിയിൽ ഇതുപോലെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ സാറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ അങ്ങനത്തെ സിനിമകളാണോ സാർ ഇനി പദ്ധതി ഇട്ടിരിക്കുന്നത് മുന്നോട്ട്? നമുക്കിപ്പോൾ ഓരോ സിനിമയും കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഒരു ആലോചന സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആസ് എ ഫിലിം മേക്കർ ഒരു പ്രൊഫഷൻ വൈസ് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് എല്ലാം മാറി നിൽക്കുന്ന സിനിമകൾ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഈ നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, അവിടെ നിന്നാണല്ലോ നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ സിനിമയിൽ വന്നു പോകും, ഉറപ്പായിട്ടും വന്നു പോകും. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ് നമ്മൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറയും. പക്ഷേ അതുമാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സിനിമകളും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
ഇപ്പം ഒരു സിനിമ ചെയ്യുന്നതിലൂടെ സിനിമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പം ഈ ഒരു സിനിമയിൽ നമ്മുടെ ഒരു സമരം കാണിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് സാർ വിശ്വസിക്കുന്നു? ഉണ്ടാക്കാൻ പറ്റും, മാറ്റം ഉണ്ടാകുന്നുമുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് ഇറങ്ങിയ സിനിമകളെല്ലാം നമ്മളെ വളരെ മോശമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഒരു സിനിമയല്ല. ഇപ്പോൾ ഈ മാറ്റം ഉണ്ടാകാൻ പോകുന്നതും ഒരു സിനിമയല്ല. മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പറ്റം സിനിമകൾ വരും. ഇപ്പോൾ തന്നെ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ സൂപ്പർ ശരണ്യ വന്നു, ഭീമൻ്റെ വഴി വന്നു, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നു, ആർക്കറിയാൻ വന്നു, കുറേ സിനിമകളുണ്ട്. ഇനി ആ ലിസ്റ്റിലെ പേരുകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളെയും പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കമുള്ള സിനിമകളുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിക്കും. പക്ഷേ സിനിമ മാറുന്നുണ്ട്. സിനിമ പറയുന്ന വിഷയങ്ങൾ, സിനിമ പറയുന്ന രാഷ്ട്രീയം, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഒരു ഷിഫ്റ്റിംഗ് പീരീഡിലാണ്. അപ്പോൾ അത് സൊസൈറ്റീനെ പോസിറ്റീവായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അതുപോലെ സാറ് സിനിമയിലേക്ക് വരാൻ സാറ് സിനിമയ്ക്ക് ഇപ്പം സാറ് അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ IFFK ഇപ്പോൾ ആദ്യം വരാൻ കാശില്ലായിരുന്നു. അപ്പോൾ സാർ അതിന് പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ആ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് വരണമെന്ന്? ഞാൻ ആദ്യത്തെ IFFK വരുമ്പോൾ ഞാൻ താമസിക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഇന്ത്യൻ ഓഫീസിൽ പോയി രാവിലെ കുളിച്ച് ഫ്രഷായിട്ടാണ് ഫെസ്റ്റിവലിന് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ഫോറം നടക്കുന്ന സ്ഥലത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ വന്ന് ഇവിടെ 2 ദിവസം സിനിമ കണ്ടുകഴിയുമ്പോൾ നമുക്കിത് വിട്ടു പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സിനിമകൾ മുഴുവൻ കാണണം. നമ്മുടേതായിട്ടുള്ള ചില ജോലികളൊക്കെ ചെയ്ത് ഈ ഡിസംബർ മാസം ആ ഒരു ഫെസ്റ്റിവൽ മാത്രമോ 2 ഫെസ്റ്റിവൽ മാത്രമേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ താമസിച്ചിട്ടുള്ളൂ. 3ാമത്തെ ഫെസ്റ്റിവലിലേക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് വരുമാനമൊക്കെ ഉണ്ട്, ഇതും ജോലികളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ കൂടെയാണ്. ആ പൈസ നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഞങ്ങളെല്ലാം ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ കിട്ടിയ പൈസ വെച്ചിട്ടാണ് ഫ്രീഡം ഫൈറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത സിനിമ ചെയ്യാൻ പോവുക. അപ്പോൾ അത് ഈ കിട്ടുന്ന പൈസ വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടി. നമുക്കൊരു പാഷൻ, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തും വേണമെങ്കിലും ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സിനിമ തന്നെയായിരുന്നു സാറിൻ്റെ ഒരു ചെറുപ്പം മുതലുള്ള ഡ്രീമും. ഇപ്പോൾ സിനിമയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിനും ഒരുപാട് നന്ദി. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചത് ജിയോ ബേബി സാറാണ്. സാറിൻ്റെ അനുഭവങ്ങളിലൂടെ കുറച്ച് സമയം കടന്നു പോവുകയായിരുന്നു. സാറ് സിനിമയെ വീക്ഷിച്ചിരുന്ന രീതിയും അതുപോലെ തന്നെ സാർ സിനിമയിൽ എത്തിപ്പെട്ടതും എങ്ങനെയാണെന്നും സാർ IFFK എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഉള്ള നിരവധി കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. നന്ദി.